ഡിയർ സ്റ്റുഡൻസ്, നമ്മളിന്ന് എടുക്കാൻ പോകുന്ന ചാപ്റ്റർ 7th ചാപ്റ്ററാണ്. വെബ് ഹോസ്റ്റിംഗ് എന്നാണ് ഈ ചാപ്റ്ററിൻ്റെ പേര്. എന്താണ് വെബ് ഹോസ്റ്റിംഗ്? ഇതിൻ്റെ പ്രത്യേകത എന്താണ് വെബ് ഹോസ്റ്റിംഗ് എന്നാണ്. എന്താണ് വെബ് ഹോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമുക്കറിയാം വെബ്സൈറ്റുകളൊക്കെ ഓരോ കമ്പനികളും അല്ലെങ്കിൽ സ്കൂളുകൾ ഒക്കെ എല്ലാവർക്കും എന്തുണ്ട്, വെബ്സൈറ്റുകളുണ്ട്. ഈ വെബ്സൈറ്റ് അവർ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ വെബ്സൈറ്റ് മറ്റുള്ളവർക്ക് അത് എന്ത് ചെയ്യാൻ പറ്റണം, നമ്മളെപ്പോലുള്ള യൂസേഴ്സിന് അത് ആക്സസ് ചെയ്യാൻ പറ്റണം. അങ്ങനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന വെബ്സൈറ്റ് ഒരു ഇൻ്റർനെറ്റിനകത്ത് ഒരു സെർവറിനകത്ത് എന്ത് ചെയ്യും, അപ്ലോഡ് ചെയ്യും, അതായത് ഹോസ്റ്റ് ചെയ്യും. അതാണ് ഹോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ദ സർവീസ് ഓഫ് പ്രൊവൈഡിങ് സ്റ്റോറേജ് സ്പേസ് ഇൻ എ വെബ് സെർവർ ടു സെർവ് ഫയൽ ഫോർ എ വെബ്സൈറ്റ് ടു ബി മെയ്ഡ് അവൈലബിൾ ഓൺ ദി ഇൻ്റർനെറ്റ്. അപ്പോൾ ഇൻ്റർനെറ്റിനകത്ത് ഒരു വെബ്സൈറ്റ് അവൈലബിൾ ആക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫയൽസൊക്കെ എന്ത് ചെയ്യണം, ഒരു വെബ് സെർവറിനകത്ത് എന്ത് ചെയ്യണം, സ്റ്റോർ ചെയ്യണം. ആ ഒരു സംവിധാനത്തെയാണ് എന്ത് പറയുന്നത്, വെബ് ഹോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈസ് ദ സർവീസ് പ്രൊവൈഡിങ് സ്റ്റോറേജ് സ്പേസ്, ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുക്കുക ഇൻ എ വെബ് സെർവർ, ഒരു വെബ് സെർവറിനകത്ത് ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുക്കുക. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ പറയുന്ന വെബ്സൈറ്റിൻ്റെ ഫയലുകൾ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലേ, ഇൻ്റർനെറ്റിനകത്ത് അവൈലബിൾ ആവാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുക്കുന്ന സംവിധാനത്തെയാണ് എന്ത് പറയുന്നത്, വെബ് ഹോസ്റ്റിംഗ് എന്ന് എന്ത് ചെയ്യുന്നത് പറയുന്നത്. അപ്പോൾ നമ്മളൊരു വെബ്സൈറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ വെബ്സൈറ്റ് ജനങ്ങളിലേക്ക് എത്തിക്കാൻ, വ്യൂവേഴ്സിലേക്ക് എത്തിക്കാൻ, യൂസേഴ്സിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതെന്ത് ചെയ്യണം, ഒരു വെബ് സെർവറിനകത്ത് എന്ത് ചെയ്യണം, സ്റ്റോർ ചെയ്യണം. ആ വെബ് സെർവറിനകത്ത് സ്റ്റോർ ചെയ്യുന്ന സംവിധാനത്തെ, ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുക്കുന്ന സംവിധാനത്തെ, അതിനെയാണ് എന്ത് പറയുന്നത്, വെബ് ഹോസ്റ്റിംഗ്. ആ സ്റ്റോർ ചെയ്യുന്ന സംവിധാനത്തെയാണ് എന്ത് പറയുന്നത്, വെബ് ഹോസ്റ്റിംഗ് എന്ന് പറയുന്നത്. എന്തിനാണ്? മെയ്ഡ് അവൈലബിൾ ഓൺ ദി ഇൻ്റർനെറ്റ്. ഇൻ്റർനെറ്റിനകത്ത് നമ്മുടെ വെബ്സൈറ്റ് എന്ത് ചെയ്യണം, അവൈലബിൾ ആവണം. ഇതാണ് വെബ് ഹോസ്റ്റിംഗ് എന്ന് എന്ത് ചെയ്യുന്നത് പറയുന്നത്. അപ്പോൾ ആരാണ് വെബ് ഹോസ്റ്റ്സ് എന്ന് ചോദിക്കും. വെബ് ഹോസ്റ്റ്സ് ഇത്തരത്തിലുള്ള സർവീസുകൾ നമുക്ക് എന്ത് ചെയ്യുക, പ്രൊവൈഡ് ചെയ്ത് തരുന്ന ആ കമ്പനികളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വെബ് ഹോസ്റ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ദ കമ്പനി ദാറ്റ് പ്രൊവൈഡ് വെബ് ഹോസ്റ്റിംഗ് സർവീസസ്, വെബ് ഹോസ്റ്റിംഗ് സർവീസസ് നമുക്ക് പ്രൊവൈഡ് ചെയ്ത് തരുന്ന കമ്പനികളെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് എന്ത് വിളിക്കാം, വെബ് ഹോസ്റ്റ്സ് എന്ന് വിളിക്കാം. അപ്പോൾ ഒരു മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുണ്ട്, ആരാണ് വെബ് ഹോസ്റ്റ്സ്. അപ്പോൾ ദ കമ്പനി ദാറ്റ് പ്രൊവൈഡ് വെബ് ഹോസ്റ്റിംഗ് സർവീസ് ആർ കോൾഡ് വെബ് ഹോസ്റ്റ്. ദേ ഓൺ ആൻഡ് മാനേജ് വെബ് സെർവേഴ്സ്. അവരാണ് ആ സെർവറിൻ്റെ ഓണർഷിപ്പും അവരാണ് അതിൻ്റെ മാനേജ്മെൻറ്റും കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ അതിനെ മാനേജ് ചെയ്യുന്നത് ആരായിരിക്കും, അവരായിരിക്കും. അപ്പോൾ വെബ് ഹോസ്റ്റേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് ഈ വെബ് ഹോസ്റ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള സർവേഴ്സ് അല്ലെങ്കിൽ ആ ഒരു സർവീസ് നമുക്ക് എന്ത് ചെയ്യുക, പ്രൊവൈഡ് ചെയ്ത് തരുന്ന കമ്പനികളെയാണ് എന്ത് വിളിക്കുക, നമ്മൾ വെബ് ഹോസ്റ്റ്സ് എന്ന് വിളിക്കുക. വെബ് ഹോസ്റ്റിംഗ് എന്ന് പറയുന്നത് എന്താണ്, ഈ പറയുന്ന നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള വെബ്സൈറ്റുകളെ നമുക്ക്, അതാണ് വെബ് ഹോസ്റ്റ്. അപ്പോൾ ദ കമ്പനി ദാറ്റ് പ്രൊവൈഡ് വെബ് ഹോസ്റ്റിംഗ് സർവീസ് ആർ കോൾഡ് വെബ് ഹോസ്റ്റ്. ദേ ഓൺ ആൻഡ് മാനേജ് വെബ് സെർവേഴ്സ്. അവരതിൻ്റെ എന്താണ് ഉത്തരവാദിത്തങ്ങളും കാര്യങ്ങളൊക്കെ ആരാണ് എടുക്കുക, ഈ കമ്പനിയാണ് എന്ത് ചെയ്യുക, ഏറ്റെടുക്കുക എന്നുള്ള പറയാം. അപ്പോൾ സർവീസ് പ്രൊവൈഡഡ് ബൈ വെബ് സെർവേഴ്സ്. എന്തൊക്കെയാണ് വെബ് സെർവേഴ്സ് തരുന്ന സർവീസുകൾ? നമുക്ക് എന്താണ്, അൺഇൻറ്ററപ്റ്റഡ് ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി. നമുക്ക് എന്താണ്, ഇൻറ്ററപ്റ്റ് ഇല്ലാതെ, തടസ്സങ്ങളില്ലാത്ത ഒരു ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി, അല്ലേ. അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ പാക്കേജ് ഫോർ സർവീസസ് യൂസിങ് ഡാറ്റാബേസിന് വേണ്ടിയിട്ടുള്ള സോഫ്റ്റ്വെയർ പാക്കേജ് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ആരാണ്, വെബ് സെർവേഴ്സ് നമുക്ക് തരുന്ന സർവീസുകളാണ്. അപ്പോൾ സോഫ്റ്റ്വെയർ പാക്കേജുകൾ, സർവീസ് യൂസിങ് ഡാറ്റാബേസ്. അതുപോലെ തന്നെ സപ്പോർട്ട് ഫോർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് സച്ച് ആസ് PHP, ASP.NET, ജാവ. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ സപ്പോർട്ടിങ് നമുക്ക് ആര് തരുന്നുണ്ട്, ഈ സർവീസ് പ്രൊവൈഡേഴ്സ് തരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ് വെബ് ഹോസ്റ്റിംഗ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇനി മെയിനായിട്ട് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ടൈപ്സ് ഓഫ് വെബ് ഹോസ്റ്റിംഗ്. ഡിഫറെൻറ്റ് ടൈപ്പ് വെബ് ഹോസ്റ്റിംഗ് ഉണ്ട്. എത്ര ടൈപ്പ് വെബ് ഹോസ്റ്റിംഗ് ഉണ്ടെന്ന് ചോദിക്കും. എന്താണ് വെബ് ഹോസ്റ്റിംഗ് എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ടൈപ്സ് ഓഫ് വെബ് ഹോസ്റ്റിംഗ് എന്ന് പറയുന്നത് 3 ടൈപ്പ് വെബ് ഹോസ്റ്റിംഗ് ഉണ്ട്. 3 വെബ് ഹോസ്റ്റ് പ്രൊവൈഡ്സ് 3 ടൈപ്പ് ഓഫ് വെബ് ഹോസ്റ്റിംഗ്. അപ്പോൾ ഈ കമ്പനികൾ എന്ത് നൽകുന്നുണ്ട്, 3 ടൈപ്പ് എന്ത് നൽകുന്നുണ്ട്, വെബ് ഹോസ്റ്റിംഗ് എന്ത് ചെയ്യുന്നത്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഓരോന്ന് എന്താണെന്ന് നമുക്ക് നോക്കാം. ഒന്ന് ഷെയർഡ് ഹോസ്റ്റിംഗ് ആണ്. ഷെയർഡ് ഹോസ്റ്റിംഗ് എന്താണെന്ന് നമ്മൾ പഠിക്കും. ഷെയർഡ് ഹോസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെർവറിനകത്ത് ഒത്തിരി എന്താണ് വെബ്സൈറ്റുകൾ എന്ത് ചെയ്യുക, പ്രൊവൈഡ് ചെയ്യുന്ന സംവിധാനത്തെയാണ് എന്ത് പറയുന്നത്, ഷെയർഡ് ഹോസ്റ്റിംഗ് എന്ന് എന്ത് ചെയ്യുന്നത് പറയുന്നത്. അതുപോലെ തന്നെ ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു വെബ്സൈറ്റിന് വേണ്ടി മാത്രം, ഒരു വെബ്സൈറ്റിന് വേണ്ടി മാത്രം അതെന്ത് ചെയ്യുക, ആ വെബ് സെർവർ ഡെഡിക്കേറ്റഡ് ആണ്, അതിന് വേണ്ടി മാത്രമുള്ളതാണ് എന്ത്, ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിംഗ് എന്ന് എന്ത് ചെയ്യുന്നത് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ആണ് വിർച്വൽ ഹോസ്റ്റിംഗ് എന്ന് പറയുന്നത് വിർച്വൽ എന്താ പറയുക, പ്രൈവറ്റ് സെർവർ എന്ന് വേണമെങ്കിൽ പറയാം.
വിർച്വൽ ഹോസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന പോലെ നമുക്ക് തോന്നുന്നത് എന്താണ്, നമ്മുടെ കമ്പനിക്ക് വേണ്ടി മാത്രമുള്ള ഒരു ഹോസ്റ്റിംഗ് ആണ്. പക്ഷേ ആ ഒരു സെർവറിനകത്ത് ഡിഫറെൻറ്റ് വെബ്സൈറ്റുകൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഹോസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ അതിൻ്റെ ഓരോന്നും ഡെഡിക്കേറ്റഡ് ആയിട്ട് തോന്നും. അങ്ങനെയുള്ള ഹോസ്റ്റിങ്ങിനെയാണ് എന്ത് പറയുന്നത്, വിർച്വൽ ഹോസ്റ്റിംഗ്. ഓരോന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എത്ര ടൈപ്പ് വെബ് ഹോസ്റ്റിംഗ് ഉണ്ട്? 3 ടൈപ്പ് വെബ് ഹോസ്റ്റിംഗ് ഉണ്ട്. 3 ടൈപ്പ് വെബ് ഹോസ്റ്റിംഗ് ഉണ്ട്. ഏതൊക്കെയാണ്? ഷെയർഡ് ഹോസ്റ്റിംഗ് ഉണ്ട്, ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിംഗ് ഉണ്ട്, വിർച്വൽ ഹോസ്റ്റിംഗ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇറ്റ് ഈസ് ദ മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് വെബ് ഹോസ്റ്റിംഗ് ആൻഡ് ഇറ്റ് ഈസ് കോൾഡ്, അതായത് ഏതാണ്? ഷെയർഡ് ഹോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഈ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഷെയർഡ് ഹോസ്റ്റിംഗ് ആണ്. ഷെയർഡ് ഹോസ്റ്റിംഗ് എന്ന് പറയുന്നതാണ് ഏറ്റവും മോസ്റ്റ് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന വെബ് ഹോസ്റ്റിംഗ് ആണ് എന്ത്, ഷെയർഡ് ഹോസ്റ്റിംഗ് എന്ന് എന്ത് ചെയ്യുന്നത് പറയുന്നത്. അപ്പോൾ ഡിഫറെൻറ്റ് വെബ്സൈറ്റ്സ് ആർ സ്റ്റോർഡ് ഓൺ എ സിംഗിൾ വെബ് സെർവർ അല്ലേ. ഒരൊറ്റ സെർവറിനകത്ത് ഒത്തിരി എന്ത് ചെയ്തിട്ടുണ്ടാവും, വെബ്സൈറ്റുകൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഹോസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ഷെയർഡ് ഹോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഒരു വെബ് സെർവറിനകത്ത് എന്ത് ചെയ്തിരിക്കുന്നു, ഡിഫറെൻറ്റ് സൈറ്റുകൾ ഇങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഹോസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അതാണ് ഷെയർഡ് ഹോസ്റ്റിംഗ് എന്ന് എന്ത് ചെയ്യുന്നത് പറയുന്നത്. അപ്പോൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു വെബ് ഹോസ്റ്റിംഗ് ടെക്നോളജിയാണെന്ത് ഷെയർഡ് ഹോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അതായത് ഒരൊറ്റ സിംഗിൾ വെബ് സെർവറിനകത്ത് എന്ത് ചെയ്തിരിക്കുന്നു, ഡിഫറെൻറ്റ് വെബ്സൈറ്റ്സ് എന്ത് ചെയ്തിട്ടുണ്ട്, സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജ് ആണ് പറയുന്നത്. ഷെയർ റിസോഴ്സസ് ലൈക്ക് റാം ആൻഡ് CPU. അതായത് ഒരു വെബ് സെർവറിൻ്റെ റാമും അതുപോലെ തന്നെ CPU ഒക്കെ എന്ത് ചെയ്യുന്നു, ഷെയർ ചെയ്യുന്നു. സ്യൂട്ടബിൾ ഫോർ സ്മോൾ വെബ്സൈറ്റ് ദാറ്റ് റിക്വയർഡ് ലെസ് ട്രാഫിക്. അതായത് വലിയ തരത്തിലുള്ള വെബ്സൈറ്റുകൾക്കൊന്നും നമുക്ക് എന്ത് പറ്റില്ല, ഈ പറയുന്ന ഷെയർഡ് ഹോസ്റ്റിംഗ് പറ്റില്ല. എന്തിനു മാത്രമേ സ്യൂട്ടബിൾ ആവുള്ളൂ, ചെറിയ വെബ്സൈറ്റുകൾക്ക്, അധികം MB ഇല്ലാത്ത, അധികം ആളുകൾ കയറാത്ത അല്ലെങ്കിൽ അധികം ട്രാഫിക് ഇല്ലാത്ത വെബ്സൈറ്റുകൾക്ക് മാത്രമാണ് നമുക്ക് എന്ത് ഉപയോഗിക്കാൻ പറ്റുക, ഷെയർഡ് വെബ് ഹോസ്റ്റിംഗ് എന്ത് ചെയ്യാൻ പറ്റുക, ഉപയോഗിക്കാൻ പറ്റുക. ചീപ്പർ ആൻഡ് ഈസി ടു യൂസ് ആണ്, വളരെ ചീപ്പാണ്. നമുക്ക് ചിലപ്പോൾ ഫ്രീ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലോഡ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഷെയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ചീപ്പറാണ്, ഈസി ടു യൂസ് ആണ്. അപ്ഡേറ്റ് ആൻഡ് സെക്യൂരിറ്റി ഇഷ്യൂ ആർ മെയിൻറ്റൈൻഡ് ബൈ ദ ഹോസ്റ്റിംഗ് കമ്പനി ഇറ്റ് സെൽഫ് ആണ്. ആരാണ് ഇതിൻ്റെ അപ്ഡേഷൻസും സെക്യൂരിറ്റി ഇഷ്യൂസൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണ ആരാണ്, ഈ പറയുന്ന ഹോസ്റ്റിംഗ് കമ്പനിയാണ്. അപ്പോൾ ഷെയർഡ് വെബ് ഹോസ്റ്റിംഗ് എന്ന് പറയുന്നത് ഒരു സിംഗിൾ സെർവറിനകത്ത് ഡിഫറെൻറ്റ് വെബ്സൈറ്റുകൾ എന്ത് ചെയ്യുക, സ്റ്റോർ ചെയ്യുന്ന സംവിധാനത്തെയാണ് എന്ത് പറയുന്നത്, ഷെയർഡ് വെബ് ഹോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അവിടെയുള്ള റിസോഴ്സസ് ലൈക്ക് എന്താണ്, റാം CPU ഒക്കെ എന്ത് ചെയ്യുന്നു, ഷെയർ ചെയ്യുന്നു. അതുപോലെ തന്നെ എന്താണ്, ചെറിയ വെബ്സൈറ്റുകൾക്ക് വേണ്ടി മാത്രമാണ്, അതായത് ലെസ് ട്രാഫിക് ഉള്ള വെബ്സൈറ്റുകൾക്ക് വേണ്ട അല്ലെങ്കിൽ അതിന് മാത്രം സ്യൂട്ടബിൾ ആവുകയുള്ളൂ എന്ത്, ഷെയർഡ് വെബ് ഹോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ചീപ്പർ ആൻഡ് ഈസി ടു യൂസ് ആണ്. അതുപോലെ തന്നെ അപ്ഡേഷനും അതിൻ്റെ സെക്യൂരിറ്റി ഇഷ്യൂസൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആരാണ്, വെബ് ഹോസ്റ്റിംഗ് കമ്പനീസ് ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, എന്തൊക്കെയാണ് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ്. അപ്പോൾ അഡ്വാൻറ്റേജ് നമ്മൾ പറഞ്ഞു, ഇനി നമ്മൾ പറയുന്നത് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജുകളാണ്. കനോട്ട് ബി യൂസ്ഡ് ഫോർ വെബ്സൈറ്റ് വിച്ച് നീഡ്സ് ഹൈ ബാൻഡ് വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ വളരെയധികം സ്പീഡുള്ള അല്ലെങ്കിൽ ഒത്തിരി ആളുകൾ കയറുന്ന ഒരു വെബ്സൈറ്റിന് എന്ത് സ്യൂട്ടബിൾ അല്ല, ഈ പറയുന്ന എന്താ പറയുക, ഷെയർഡ് വെബ് ഹോസ്റ്റിംഗ് സ്യൂട്ടബിൾ അല്ല. അതേപോലെ തന്നെ കനോട്ട് ഹാവ് ലാർജ് സ്റ്റോറേജ് സ്പേസ്. ഒരിക്കലും വലിയ എന്താ പറയുക, വീഡിയോസും അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ അപ്ലോഡ് ചെയ്യുന്നൊരു സംവിധാനത്തിനൊന്നും നമുക്ക് എന്ത് സ്യൂട്ടബിൾ ആവില്ല. ഇപ്പോൾ വലിയൊരു കമ്പനിയുടെ അല്ലെങ്കിൽ ഒരു ബാങ്കിൻ്റെ വെബ്സൈറ്റുകളൊന്നും നമുക്ക് ഒരിക്കലും ഷെയർഡ് വെബ്സൈറ്റിനകത്ത് എന്ത് ചെയ്യും, വെബ് ഹോസ്റ്റിങ്ങിനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സ്യൂട്ടബിൾ അല്ല എന്ന് പറയണം, അല്ലെങ്കിൽ പറ്റില്ല. ഇഫ് എനി വെബ്സൈറ്റ് ഈസ് ഹാവിങ് എ ലാർജ് വോളിയം ഓഫ് ട്രാഫിക്. ഇപ്പോൾ ഒരു വെബ്സൈറ്റിനകത്ത് ഒത്തിരി ആളുകൾ ഇങ്ങനെ കയറി ഇറങ്ങേണ്ടത് വിചാരിക്കാം. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും, ഇറ്റ് വിൽ സ്ലോ ഡൗൺ ഓൾ അതർ വെബ്സൈറ്റ്സ് ഇൻ ഷെയർഡ് സെർവർ. ആ ഒരു ഷെയർഡ് സെർവറിനകത്തുള്ള എല്ലാ വെബ്സൈറ്റുകളെ എന്ത് ചെയ്യുന്നു, സ്ലോ ഡൗൺ ചെയ്യും. അപ്പോൾ ഒരു സൈറ്റിനകത്ത് ഒത്തിരി ആളുകൾ എന്ത് ചെയ്യുന്നു, കയറി ഇറങ്ങുന്ന ഒരു വെബ്സൈറ്റ് അതിനകത്ത് ഉണ്ട് വിചാരിക്കാം. അപ്പോൾ ഈ സെർവറിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുള്ളതിൽ ഒരു സൈറ്റ് എന്താണ്, ഒരുപാട് ആളുകൾ കയറി ട്രാഫിക് അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ കയറി ഇറങ്ങുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വോളിയം ഓഫ് ട്രാഫിക് ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും എല്ലാ വെബ്സൈറ്റിനെയും അതെന്ത് ചെയ്യുന്നു, സ്ലോ ഡൗൺ ചെയ്യുന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഡിസഡ്വാൻറ്റേജ് മനസ്സിലായി, അതുപോലെ തന്നെ എന്താണ് അഡ്വാൻറ്റേജും നമുക്ക് എന്ത് ചെയ്തു മനസ്സിലായി. അപ്പോൾ ഒന്നും കൂടി പറയാം, എന്താണ് ഷെയർഡ് ഹോസ്റ്റിംഗ്. ഷെയർഡ് ഹോസ്റ്റിംഗ് എന്ന് പറയുന്നത് മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് വെബ് ഹോസ്റ്റിംഗ് ആണ് അല്ലേ. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് വെബ്സൈറ്റ്സ് എന്ത് ചെയ്തിരിക്കുന്നു, ഒരു സിംഗിൾ വെബ് സെർവറിനകത്ത് സ്റ്റോർ ചെയ്തിരിക്കുന്നു. ഷെയർഡ് റിസോഴ്സ് ലൈക്ക് റാം ആൻഡ് CPU ഒക്കെ എന്ത് ചെയ്തിരിക്കുന്നു, ഷെയർ. അതിന് അഡ്വാൻറ്റേജ് ആണ് പറയുന്നത്. സ്മോൾ വെബ്സൈറ്റുകൾക്കാണ് ഇത് പറ്റുക. ചീപ്പർ ആൻഡ് ഈസി യൂസ് ആണ്. അതുപോലെ തന്നെ എന്താണ്,
അപ്ഡേറ്റ് ആൻഡ് സെക്യൂരിറ്റി ഇഷ്യൂസ് ആർ മെയിൻറ്റൈൻഡ് ബൈ ദ ഹോസ്റ്റിംഗ് കമ്പനി ഇറ്റ് സെൽഫ് ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് പറയാൻ നമ്മളെന്താണ്, ഈ വലിയ ബാൻഡ് വിഡ്ത്തുള്ള ഹൈ ബാൻഡ് വിഡ്ത്തുള്ള സൈറ്റുകൾക്കൊന്നും ഇത് പോസിബിൾ അല്ല. അതുപോലെ തന്നെ ലാർജ് സ്റ്റോറേജ് സ്പേസ് ഇല്ല. അതുപോലെ തന്നെ ലാർജ് വോളിയം ഓഫ് ട്രാഫിക് ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കുന്നു, ഇപ്പോൾ ഒരു ഇഫ് എനി വെബ്സൈറ്റ് ഹാവിങ് ലാർജ് വോളിയം ഓഫ് ട്രാഫിക്, ഒരു വെബ്സൈറ്റിനകത്ത് ഒത്തിരി പേര് എന്ത് ചെയ്യുന്നു വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് എന്ത് ചെയ്യുന്നു, സ്ലോ ഡൗൺ ചെയ്യും. അതിൻ്റെ മൊത്തം സർവറിനകത്തുള്ള വെബ്സൈറ്റുകൾ എന്ത് ചെയ്യുന്നു, സ്ലോ ഡൗൺ ചെയ്യുന്ന പറയാം. നെക്സ്റ്റ് പറയുന്നത് ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിംഗ് ആണ്. ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിംഗ് എന്താണ് ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിംഗ് എന്ന് പറയുന്നത്? അപ്പോൾ ഇൻ ദിസ് ടൈപ്പ് ഓഫ് ഹോസ്റ്റിംഗ് ദ ക്ലയൻറ്റ് ലീസസ് ദ എൻറ്റയർ വെബ് സെർവർ ആൻഡ് ഓൾ ഇറ്റ്സ് റിസോഴ്സസ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളെ കമ്പനി വലിയൊരു കമ്പനിയാണെന്ന് വിചാരിക്കാം. നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഒരു വെബ്സൈറ്റിനെ മൊത്തമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, വെബ് സെർവറിനെ മൊത്തമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ലീസിന് എടുക്കുകയാണ്, വാടകയ്ക്ക് എടുക്കുകയാണ് അല്ലേ. അതെന്ത് ചെയ്യുന്നു, നമ്മൾ പാട്ടത്തിന് എടുക്കുന്ന പോലെ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ മൊത്തമായിട്ട് അവരുടെ സെർവറിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ലീസിന് എടുക്കുന്നു, അവരുടെ റിസോഴ്സിനെ മൊത്തം അല്ലേ. ഇറ്റ് ഈസ് യൂഷ്വലി യൂസ്ഡ് വിത്ത് വെബ്സൈറ്റ് ഓഫ് ലാർജ് ഓർഗനൈസേഷൻ. എന്തിനു വേണ്ടി, ആരാണ് ഇത് ഇങ്ങനെയുള്ള ഡെഡിക്കേറ്റഡ് വെബ്സൈറ്റ് ഹോസ്റ്റിംഗ് ചെയ്യുന്നത്? ആരാണ് ഈ പറയുന്ന ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിംഗ് ചെയ്യുന്ന ആരാണ്? വലിയ ഓർഗനൈസേഷൻസ്, ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സ്, ആൻഡ് ഓൾസോ ഫോർ ദ വെബ്സൈറ്റ് വേർ ദർ ഈസ് എ ലാർജ് നമ്പർ ഓഫ് വിസിറ്റേഴ്സ്. ഒരുപാട് ആളുകൾ വരുന്ന വെബ്സൈറ്റുകൾ, ഒത്തിരി ആളുകൾ വരുന്ന വെബ്സൈറ്റുകൾ ഒക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഷെയർഡ് പറ്റില്ല. അവരെന്ത് ഉപയോഗിക്കണം, ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിംഗ് ആണ് അവരെന്ത് ചെയ്യുക, ഉപയോഗിക്കുക എന്നുള്ളതാണ്. കാരണം അവർക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ബാൻഡ് വിഡ്ത്ത് വേണം അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള വെബ് ഹോസ്റ്റിങ്ങിനെയാണ് എന്ത് പറയുന്നത്, ഡെഡിക്കേറ്റഡ് വെബ് ഹോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻ ദിസ് വെബ് ഹോസ്റ്റിംഗ് ക്ലയൻറ്റ് ലീസസ് ദി എൻറ്റയർ വെബ് സെർവർ. മൊത്തമുള്ള വെബ് സെർവറിന് എന്ത് ചെയ്യുന്നു, ലീസിനെടുക്കുന്നു അല്ലേ. അതിൻ്റെ റിസോഴ്സുകളെയും ലീസിനെടുക്കുന്നു. എന്താണ് ചെയ്യുന്നത്, എന്നിട്ട് എന്ത് ചെയ്യുന്നു, ആരാണിത് എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ലാർജ് ഓർഗനൈസേഷൻസ് ആരൊക്കെയാണ്, ലാർജ് ഓർഗനൈസേഷൻസ് ഒക്കെ, അതുപോലെ തന്നെ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് ഒക്കെയാണ് എന്ത് ചെയ്യുക, ഇത് ലീസിനെടുക്കുക, അത്തരത്തിലുള്ള വെബ് ഹോസ്റ്റിംഗ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് എന്താണ് ഇതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ലാർജ് നമ്പർ ഓഫ് വോളിയം ഓഫ് വിസിറ്റേഴ്സ് ഉള്ള ആളുകൾ, അല്ലെങ്കിൽ ട്രാഫിക് വളരെ കൂടുതലുള്ള ഒരുപാട് ലക്ഷക്കണക്കിന് ആളുകൾ എന്ത് ചെയ്യുന്നു, വിസിറ്റ് ചെയ്യുന്ന വെബ്സൈറ്റുകളാണ് നമ്മൾ ഡെഡിക്കേറ്റഡ് ഹോസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് പറയുന്നത് ഫ്രീഡം ടു ചൂസ് ദ ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ. നമുക്ക് അവിടെ ഉപയോഗിക്കേണ്ട ഹാർഡ്വെയറിൻ്റെയും സോഫ്റ്റ്വെയറിൻ്റെയും ഫ്രീഡം നമുക്കുണ്ട്. എന്തൊക്കെ ഉപയോഗിക്കണം, എന്തൊക്കെ ഉപയോഗിക്കേണ്ട, ഏതൊക്കെ ഹാർഡ്വെയർ ഉപയോഗിക്കണം, ഏതൊക്കെ സോഫ്റ്റ്വെയർ ഉപയോഗിക്കണം എന്നുള്ള ഫ്രീഡം നമുക്കുണ്ട്. അതുപോലെ തന്നെ ഫുൾ കൺട്രോൾ ഓവർ ദ വെബ് സെർവർ. എല്ലാ കൺട്രോളും, ആ ഒരു വെബ് സെർവറിൻ്റെ ഫുൾ കൺട്രോൾ ആർക്കായിരിക്കും, നമുക്കായിരിക്കും. ഈ പറയുന്ന ആരാണോ ലീസിന് എടുത്തിട്ടുള്ളത് അവർക്കായിരിക്കും അതിൻ്റെ കൺട്രോൾ മൊത്തം. അതുപോലെ തന്നെ ദീസ് സെർവർ വിൽ ബി ഹോസ്റ്റഡ് ഇൻ എ ഡാറ്റാ സെൻറ്റർ ഫ്രം വെയർ ദേ വിൽ ഗെറ്റ് ഇൻ്റർനെറ്റ് ഫെസിലിറ്റി, പവർ സപ്ലൈ ആൻഡ് ടെക്നിക്കൽ എക്സ്പെർട്ടൈസ് ഫ്രം ദി സർവീസ് പ്രൊവൈഡർ. അതായത് സർവീസ് പ്രൊവൈഡേഴ്സിൽ നിന്നും എന്ത് കിട്ടുക, ഇൻ്റർനെറ്റ് ഫെസിലിറ്റിയും പവർ സപ്ലൈയും ടെക്നിക്കൽ എക്സ്പെർട്ടൈസും കിട്ടുന്ന സ്ഥലത്താണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ പറയുന്ന സെർവർ എന്ത് ചെയ്യുക, അല്ലെങ്കിൽ സെർവർ വിൽ ബി ഹോസ്റ്റഡ് അല്ലേ. ഡാറ്റാ സെൻറ്റേഴ്സിലാണ് ഇത് വെക്കുക. അപ്പോൾ സെർവർ പൊതുവേ ഉണ്ടാവുക ഡാറ്റാ സെൻറ്ററിലാണ്. അത് നമുക്ക് 4ാമത്തെ ചാപ്റ്ററിൽ പറയാനുണ്ട്. ഡാറ്റാ സെൻറ്ററുകളിലാണ് എന്തുണ്ടാവുന്നത്, ഈ പറയുന്ന സെർവറുകൾ നമ്മൾ പ്ലേസ് ചെയ്യുക. ഓക്കെ. അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ ആക്സസിങ് സ്പീഡൊക്കെ എന്തായിരിക്കും, ഫോർ ദ വെബ്സൈറ്റ് വിൽ ബി ഹൈ ആണ്. ആൻഡ് ഇറ്റ് ഇസ് മെയിൻ ഡിസഡ്വാൻറ്റേജ് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അപ്പോൾ ആക്സസിങ് സ്പീഡ് ഹൈ ആയിരിക്കും, വെബ്സൈറ്റ് വിൽ ബി ഹൈ ആയിരിക്കും. ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജ് പറഞ്ഞാൽ വെരി എക്സ്പെൻസീവ് ആണ്. എന്താ ഡിസഡ്വാൻറ്റേജ് പറഞ്ഞത്, എക്സ്പെൻസീവ് ആണ്, വെരി എക്സ്പെൻസീവ്. അതിന് ഡിസഡ്വാൻറ്റേജ് എന്താണ്, വെരി എക്സ്പെൻസീവ് ആണ്. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താ പറയുന്നത്, ഒരു സെർവറിനെ നമ്മൾ എന്ത് ചെയ്യുക, ലീസിനെടുക്കുക. അതിൻ്റെ റിസോഴ്സുകളെ മൊത്തമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ലീസിനെടുത്തിട്ട് ആരാണ് വലിയ ഓർഗനൈസേഷൻസ്, മറ്റേ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഒക്കെയാണ് ഇങ്ങനെ ചെയ്യുക. കാരണം എന്താ വെച്ചാൽ ലാർജ് നമ്പർ ഓഫ് വിസിറ്റേഴ്സ് ഉള്ള വെബ്സൈറ്റ് ഒന്നും നമുക്ക് ഷെയർഡ് ഹോസ്റ്റിങ്ങിൽ പറ്റില്ല അല്ലേ. അതിനാണ് ഡെഡിക്കേറ്റഡ്, ഈ ഒരു വെബ്സൈറ്റിന് വേണ്ടി മാത്രം ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു സെർവർ ആയിരിക്കും അത് അല്ലേ. ഫ്രീഡം ഉണ്ട്, അതിൻ്റെ ഏത് ഹാർഡ്വെയർ ചൂസ് ചെയ്യണം, ഏത് സോഫ്റ്റ്വെയർ ചൂസ് ചെയ്യണം, ഫ്രീഡം ഉണ്ട്. അതുപോലെ തന്നെ എല്ലാ കൺട്രോളും ആർക്കായിരിക്കും, ഈ പറയുന്ന കമ്പനി, നമ്മൾ ആരാണോ അത് ലീസിനെടുത്തുള്ള അവർക്കായിരിക്കും. അതുപോലെ തന്നെ ഇത് പ്ലേസ് ചെയ്യുന്നത് ഡാറ്റാ സെൻറ്ററിലാണ്. അവിടെയാണ് നമുക്ക് എന്ത് കിട്ടുക, ഇൻ്റർനെറ്റ് ഫെസിലിറ്റി, പവർ സപ്ലൈ, അതുപോലെ ടെക്നിക്കൽ എക്സ്പെർട്ടൈസ്, സർവീസ് പ്രൊവൈഡേഴ്സിന് കിട്ടുക. ആക്സസിങ് സ്പീഡ് ഫോർ ദ വെബ്സൈറ്റ് വിൽ ബി ഹൈ ആയിരിക്കും. നമുക്ക് ഈ വെബ്സൈറ്റ് ആക്സസ് ചെയ്യുന്ന സ്പീഡ് എന്തായിരിക്കും, വളരെ ഹൈ ആയിരിക്കും. ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് വെരി എക്സ്പെൻസീവ് ആണ്. അതുമാത്രമല്ല എപ്പോഴും ചോദിച്ചിട്ടുള്ള ഒരു പോയിൻ്റാണ്, ഒരു ക്വസ്റ്റ്യനാണ് കോലൊക്കേഷൻ. എന്താണ് കോലൊക്കേഷൻ എന്ന് പറയുന്നത് എപ്പോഴും
അപ്പോൾ എന്താണ് കോലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ക്ലയൻറ്റ് നമ്മളെ പർച്ചേസ് ചെയ്തിട്ടുള്ള വെബ് സെർവറിനെ സർവീസ് പ്രൊവൈഡേഴ്സ് ഫെസിലിറ്റി ഉള്ള സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഒരു എന്താ പറയുക എടുത്തു വെക്കുക. അതായത് ഇഫ് ദ ക്ലയൻറ്റ് പ്ലേസിങ് ദെയർ പർച്ചേസ്ഡ് വെബ് സെർവർ ഇൻ ദ സർവീസ് പ്രൊവൈഡ് ഫെസിലിറ്റി, ആ ഒരു സർവീസ് പ്രൊവൈഡേഴ്സ് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥലത്ത് എന്ത് ചെയ്യുന്നു, ഈ ക്ലയൻറ്റ് എന്ത് ചെയ്യുന്നു, ഈ പർച്ചേസ് ചെയ്ത സെർവർ എന്ത് ചെയ്യുന്നു, പ്ലേസ് ചെയ്യുന്നു. അതിനെയാണ് എന്ത് പറയുന്നത്, കോലൊക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇഫ് എ ക്ലയൻറ്റ് ഈസ് പ്ലേസിങ് ദെയർ പർച്ചേസ്ഡ് വെബ് സെർവർ ഇൻ ദി സർവീസ് പ്രൊവൈഡേഴ്സ് ഫെസിലിറ്റി, സർവീസ് പ്രൊവൈഡർ ഫെസിലിറ്റി ഉള്ള ഒരു സ്ഥലത്ത് എന്ത് ചെയ്യുന്നു, പ്ലേസ് ചെയ്യുന്നു. ആ ഒരു ലൊക്കേഷനെയാണ് എന്ത് പറയുന്നത്, കോലൊക്കേഷൻ എന്ന് എന്ത് ചെയ്യുന്നത് പറയുന്നത്. ഓക്കെ, കോലൊക്കേഷൻ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അതായത് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ള സെർവറിനെ നമ്മൾ എന്ത് ചെയ്യുക, പ്ലേസ് ചെയ്യുക. എന്താണ്, സർവീസ് പ്രൊവൈഡ് ഫെസിലിറ്റി ഉള്ള സ്ഥലത്ത് എന്ത് ചെയ്യുന്നു, പ്ലേസ് ചെയ്യുന്നു. ആ ലൊക്കേഷനെ പറയുന്ന പേരാണെന്ത്, കോലൊക്കേഷൻ. വിർച്വൽ പ്രൈവറ്റ് സെർവർ, അതാണ് വിർച്വൽ ഹോസ്റ്റിംഗ് എന്ന് പറയുന്നത്. VPS ആണ്. അപ്പോൾ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് വെബ് ഹോസ്റ്റിങ്ങിനകത്ത് പറയുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് പറയണം എന്താണ്, ഷെയർഡ് ഹോസ്റ്റിംഗ് ഉണ്ട്, ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിംഗ് ഉണ്ട്, വിർച്വൽ പ്രൈവറ്റ് സെർവർ, അതാണ് വിർച്വൽ ഹോസ്റ്റിംഗ് എന്ന് എന്ത് ചെയ്യുന്നത് പറയുന്നത്. VPS അതിൻ്റെ ഫുൾ ഫോം പഠിച്ചു വെക്കുക. VPS എന്ന് പറയുന്നത് വിർച്വൽ പ്രൈവറ്റ് സെർവർ എന്നാണ്, വിർച്വൽ പ്രൈവറ്റ് സെർവർ ഹോസ്റ്റിംഗ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഫിസിക്കൽ സെർവർ, ഒരു ഫിസിക്കൽ സെർവറാണ്. ദാറ്റ് ഈസ് വിർച്വലി പാർട്ടീഷൻഡ് ഇൻ ടു സെവറൽ സെർവേഴ്സ് യൂസിങ് ദി വിർച്വലൈസേഷൻ ടെക്നോളജി. അതായത് ഒരു സെർവറിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു 3 എണ്ണാക്കിയിട്ട് എന്ത് ചെയ്യുന്നു, തരംതിരിക്കുന്നു. 3 സെർവറാക്കും, വിർച്വലി പാർട്ടീഷൻ ചെയ്യുന്നു. അതായത് ആ 3 സെർവറിനെ കൂടിയിട്ട് 3 സെർവറിൽ ഓരോന്നിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഓരോ വെബ്സൈറ്റിന് നമ്മൾ എന്ത് ചെയ്യുന്നു, അപ്ലോഡ് ചെയ്യും, അല്ലെങ്കിൽ ഓരോ വെബ്സൈറ്റിനെ സ്റ്റോർ ചെയ്യുന്നു. അങ്ങനെയാണ് പറയുന്നത്. അതായത് ഒറ്റ സെർവറേ ഉള്ളൂ, പക്ഷേ വിർച്വലി അതിനെ പാർട്ടീഷൻ ചെയ്തിട്ട് ഓരോ വെബ്സൈറ്റിനും സ്വന്തമായി ഒരു ഡെഡിക്കേറ്റഡ് പോലെ എന്ത് ചെയ്യുക, പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈച്ച് VPS വിൽ ബി ഹാവിങ് ഇറ്റ്സ് ഓൺ സർവേഴ്സ് OS. ഓരോ, അതായത് നിങ്ങൾക്ക് ഇതിനെ വരച്ച് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഒരു സെർവർ ഉണ്ട് വിചാരിക്കാം, ഒരു സെർവറാണിത്, മൊത്തം ഒരു സെർവറാണ് വിചാരിക്കുക. ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, 3 എണ്ണമാക്കിയിട്ട് 3 വിർച്വലി നമ്മളിതിനെ പാർട്ടീഷൻ ചെയ്തിട്ട് ഇതിനെ 3നെയും ഓരോ സെർവറുകളാക്കിയിട്ട് എന്ത് ചെയ്യുന്നു. അപ്പോൾ ഓരോന്നിനും ഓരോ എന്തുണ്ടാവും, OS ഉണ്ടാവും, ഓരോ വെബ് സെർവർ സോഫ്റ്റ്വെയർ ഉണ്ടാവും. എന്നിട്ട് ഇതിനകത്ത് എന്ത് ചെയ്യുന്നു, ഓരോ സൈറ്റ് എന്ത് ചെയ്യുന്നു, അപ്ലോഡ് ചെയ്യുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് മൊത്തം ഒന്നാണ്, പക്ഷേ അത് വിർച്വലി പാർട്ടീഷൻ ചെയ്തിട്ട് അതിനെ എന്താക്കുന്നു, ഓരോന്നിനെയും ഡെഡിക്കേറ്റഡ് സെർവർ ആക്കിയിട്ട് എന്ത് ചെയ്യുന്നു, മാറ്റുന്നു. അപ്പോൾ വെബ് സെർവർ സോഫ്റ്റ്വെയർ ഉണ്ടാകുന്നു. അപ്പോൾ വിർച്വൽ പ്രൈവറ്റ് സെർവർ ഹോസ്റ്റിംഗ് എന്ന് പറയുന്നത് പ്രൊവൈഡ് ഡെഡിക്കേറ്റഡ് ബാൻഡ് വിഡ്ത്ത് ഈച്ച് വെബ്സൈറ്റ് ഓൺ ദ സെർവർ. അപ്പോൾ 3 വെബ്സൈറ്റ് അതിനകത്ത് ഒരൊറ്റ സെർവറാണുള്ളത്, അതിനെ വിർച്വലി പാർട്ടീഷൻ ചെയ്തിരിക്കുന്നു. എന്നിട്ട് 3 വെബ്സൈറ്റിന് അപ്ലോഡ് ചെയ്തിരിക്കുന്നു. ആ 3 വെബ്സൈറ്റിനെയും 3 സെർവറായിട്ട്, 3 സെർവർ, ആ 3 വെബ്സൈറ്റിനും എന്ത് ചെയ്യുന്നു, 3 സെർവറായിട്ട്. അതായത് ഇപ്പോൾ ഒരു സെർവർ ഉണ്ട്, അതിനെ 3ആയിട്ട് എന്ത് ചെയ്തിരിക്കുന്നു, വിർച്വലി പാർട്ടീഷൻ ചെയ്തിട്ട് ഓരോ സെർവറുകളാക്കി മാറ്റുന്നു. അങ്ങനെ അതിനകത്ത് എന്ത് ചെയ്യുന്നു, സൈറ്റിന് അപ്ലോഡ് ചെയ്യുന്നു. അപ്പോൾ ഓരോ സൈറ്റിനും എന്താ തോന്നുക, അത് നമുക്ക് സ്വന്തമായിട്ട് മാത്രം ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു സെർവറായിട്ട് എന്ത് ചെയ്യുന്നു, ആക്ട് ചെയ്യുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള എന്താ പറയുക, ഹോസ്റ്റിങ്ങിനെയാണെന്ന് പറയുന്നത് വിർച്വൽ പ്രൈവറ്റ് സെർവർ ഹോസ്റ്റിംഗ് എന്ന്. അപ്പോൾ ഇത് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഷെയർഡ് ഹോസ്റ്റിങ്ങിനെക്കാട്ടിയും കുറച്ചുകൂടെ കിട്ടേണ്ട ഫീച്ചേഴ്സ് ഉള്ള, ഷെയർഡ് ഹോസ്റ്റിങ്ങിനെക്കാട്ടിയും ഫീച്ചേഴ്സ് ഉള്ള എന്ത് വേണം, സൈറ്റ് ആയിരിക്കും. പക്ഷേ എന്താവശ്യമില്ല, നമുക്ക് ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിങ്ങിൻ്റെ ഫീച്ചേഴ്സ് ആവശ്യമില്ല. അത്തരത്തിലുള്ള ഹോസ്റ്റിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് പ്രൊവൈഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്ത് ഉപയോഗിക്കുന്നത്, വിർച്വൽ പ്രൈവറ്റ് സെർവർ ഹോസ്റ്റിംഗ് എന്ത് ചെയ്യുന്നത് ഉപയോഗിക്കുന്നത്. അതായത് ഷെയർഡ് ഹോസ്റ്റിംഗ് പറ്റില്ല, പക്ഷേ നമുക്ക് ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിംഗ് വേണ്ടതാനും. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറച്ച് ഫീച്ചേഴ്സ് കൂടുതലുള്ള, ഷെയർഡ് ഹോസ്റ്റിങ്ങിനെക്കാട്ടിയും കുറച്ച് ഫീച്ചേഴ്സ് കൂടുതലുള്ള, ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിങ്ങിന് അത്ര ഫീച്ചേഴ്സ് വേണ്ടാത്ത ടൈപ്പുള്ള വെബ്സൈറ്റുകളാണ് നമ്മൾ എന്ത് ചെയ്യുക, വിർച്വൽ പ്രൈവറ്റ് സെർവറിനകത്ത് പ്ലേസ് ചെയ്യുക. അതായത് ഒരു സെർവർ, അതിനെ നമ്മൾ വിർച്വലി പാർട്ടീഷൻ തന്നെ, ശരിക്കും പാർട്ടീഷൻ അല്ല, വിർച്വലി പാർട്ടീഷൻ ചെയ്യുന്നു. ഓരോന്നിനും ഓരോ OSകൾ എന്ത് ചെയ്യുന്നു, കൊടുക്കുന്നു. ഡിഫറെൻറ്റ് ഇറ്റ്സ് ഓൺ സെർവർ. ഓരോ ഈച്ച് VPSന് എന്ത് കിട്ടുന്നു, ഓരോ സെർവർ OS ഉണ്ടാവും, വെബ് സെർവർ സോഫ്റ്റ്വെയർ ഉണ്ടാവും, അങ്ങനെ കൊടുക്കുക. അപ്പോൾ ഇത് സെർവർ വിർച്വലൈസേഷൻ സോഫ്റ്റ്വെയർസ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. VMware, അതുപോലെ തന്നെ വിർച്വൽ ബോക്സ്, ഫ്രീ VPS, യൂസർ മോഡ് ലിനക്സ്, മൈക്രോസോഫ്റ്റ് HyperV. ഇതൊക്കെ എന്താണ്, വിർച്വൽ പ്രൈവറ്റ് സെർവറുകൾക്ക് എക്സാമ്പിൾ, അല്ലെങ്കിൽ സെർവർ സോഫ്റ്റ്വെയറുകൾക്ക് എന്താണ്, എക്സാമ്പിളാണ്. മനസ്സിലായല്ലോ എന്താണ് വിർച്വൽ പ്രൈവറ്റ് സെർവർ എന്ന് മനസ്സിലായല്ലോ. അതായത് ഒരു ഫിസിക്കൽ സെർവറിനെ വിർച്വലി നമ്മൾ എന്ത് ചെയ്യുന്നു, പാർട്ടീഷൻ ചെയ്യുന്നു. എന്താണ്, സെവറൽ വെബ് സെർവർ ആക്കിയിട്ട് എന്ത് ചെയ്യുന്നു, അപ്പോൾ മൊത്തമായിട്ടുള്ള അതിൻ്റെ ഫീച്ചേഴ്സിനെ അല്ലെങ്കിൽ അതിൻ്റെ സ്പീഡിനെ ഡിവൈഡ് ചെയ്ത് 3ആയിട്ട് 3 എണ്ണമാണ്, 4 എണ്ണമാണ്, 4 ഡിവൈഡ് കൊടുത്ത് 4 എണ്ണത്തിലും ഓരോ സൈറ്റുകൾ കൊടുത്താൽ ഈ 4നും ഒരേ സ്പീഡ് കിട്ടും. മനസ്സിലായല്ലോ, അങ്ങനെയുള്ള സംവിധാനത്താണത്. ഇതിൻ്റെ ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഈച്ച് VPS വർക്ക് ആസ് എ ഫുള്ളി ഇൻഡിപെൻഡൻറ്റ് വെബ് സെർവർ.
എന്താണ് ഓരോ വി പി എസും വർക്ക് ചെയ്യുന്നതാണ് ഫുള്ളി ഇൻഡിപെൻഡൻ്റ് ആണ്. ഇൻഡിപെൻഡൻറ്റ് എന്നാൽ ഫുൾ ഫ്രീ ആയിട്ടാണ് എന്ത് ചെയ്യുക, വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ യൂസർ ക്യാൻ കോൺഫിഗർ ആൻഡ് ഇൻസ്റ്റാൾ എനി സോഫ്റ്റ്വെയർ ഓൺ ദെയർ വി പി എസ്. യൂസറിന് എന്ത് ചെയ്യാൻ പറ്റുന്നു, അവരുടെ വി പി എസിനകത്ത് ഇതിൻ്റെ അഡ്വാൻറ്റേജ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഡിസഡ്വാൻറ്റേജ് അല്ല, അഡ്വാൻറ്റേജ് ആണ്. അതായത് അഡ്വാൻറ്റേജ് ഒന്ന് പറഞ്ഞതാണ് ഫുള്ളി ഇൻഡിപെൻഡൻ്റ് ആണ്. ഇൻഡിപെൻഡൻ്റ് എന്ന് പറഞ്ഞാൽ സ്വതന്ത്രമായിട്ടാണ്. കാരണം മറ്റുള്ള വി പി എസിനെ ഇതിൽ ബാധിക്കുന്നില്ല. നമ്മുടെ വി പി എസ് നമുക്ക് സ്വന്തം, നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് അതിനകത്ത് എന്ത് വേണമെങ്കിലും ഇൻസ്റ്റാൾ ചെയ്യുക, ഏത് കോൺഫിഗറേഷൻ വരെ നമുക്ക് ചെയ്യാൻ പറ്റും. സോഫ്റ്റ്വെയറുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ യൂസർ ക്യാൻ റീസ്റ്റാർട്ട് ദെയർ വി പി എസ് വിത്തൗട്ട് അഫക്റ്റിംഗ് അതർ വിർച്വൽ സർവേഴ്സ് റണ്ണിങ് ഓൺ ദ സെയിം ഫിസിക്കൽ സർവർ. ആ ഒരു സർവറിന്, അതായത് നമ്മൾ ഈ പറഞ്ഞ മൊത്തം ഒരു സർവറാണ്. അപ്പോൾ നമുക്ക് ഇതിനെ 3 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മളത് ഇതാണെന്നുണ്ടെങ്കിൽ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. മറ്റ് 2 എണ്ണത്തിന് അല്ലെങ്കിൽ മറ്റ് 3 എണ്ണത്തിന് അല്ലെങ്കിൽ മറ്റ് സർവേഴ്സിനെ ബാധിക്കാത്ത തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന നമ്മുടെ സർവറിനെ നമുക്ക് എന്ത് ചെയ്യാം, റീസ്റ്റാർട്ട് ചെയ്യാനും കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും. ഓക്കെ, അതുപോലെ തന്നെ ഫാക്ടേഴ്സ് ബൈ ഹോസ്റ്റിംഗ് സ്പേസ് ആണ്. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞത് എന്താണ്, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് എന്താണ് വെബ് ഹോസ്റ്റിങ്ങുകളാണ്. ഒന്ന് എന്ത് പറഞ്ഞു, ഷെയർഡ് വെബ് ഹോസ്റ്റിംഗ് പറഞ്ഞു, പിന്നെ എന്ത് പറഞ്ഞു, ഡെഡിക്കേറ്റഡ് വെബ് ഹോസ്റ്റിംഗ് പറഞ്ഞു, പിന്നെ എന്ത് പറഞ്ഞു, വിർച്വൽ പ്രൈവറ്റ് സെർവർ പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഫാക്ടേഴ്സ് ഫോർ ബൈയിങ് ഹോസ്റ്റിംഗ് സ്പേസ്. ഒരു ഹോസ്റ്റിംഗ് സ്പേസ് വാങ്ങിക്കുമ്പോൾ നമ്മൾ അവിടുത്തെ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? എമൗണ്ട് ഓഫ് സ്പേസ് റിക്വയർഡ്, എത്ര സ്പേസ് നമുക്ക് ആവശ്യമുണ്ടെന്ന് നോക്കണം. നമ്മൾ ചെറിയ വെബ്സൈറ്റ് ആണെങ്കിൽ അത്ര ചെറിയ സ്പേസ് മതി. അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ എന്ത് നോക്കണം, എത്ര സ്പേസ് നമുക്ക് വേണം എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, നോക്കണം എത്ര സ്പേസ് ആണ്. അതുപോലെ തന്നെ ഇഫ് അവർ വെബ് പേജ് ഈസ് ഹാവിംഗ് പ്രോഗ്രാമിംഗ് കണ്ടന്റ് ദെൻ ദ സപ്പോർട്ടഡ് ടെക്നോളജി ഷുഡ് ബി ദെയർ ഇൻ ദ വെബ് സെർവർ. നമ്മുടെ വെബ്സൈറ്റിനകത്ത് പ്രോഗ്രാമിംഗ് കണ്ടന്റുകളുള്ള വെബ്സൈറ്റ് ആണെങ്കിൽ, അതായത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അല്ലെങ്കിൽ പ്രോഗ്രാമിംഗ് ഒക്കെ വർക്ക് ചെയ്യേണ്ട വെബ്സൈറ്റ് ആണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഹോസ്റ്റ് ചെയ്യുന്ന വെബ് സെർവറിനകത്ത് അത്തരത്തിലുള്ള സേവനങ്ങൾ ഉണ്ടോ എന്ന് നോക്കണം. അതുപോലെ തന്നെ ചൂസ് ബിറ്റ്വീൻ വിൻഡോസ് സെർവർ ഓർ ലിനക്സ് സെർവർ, അല്ലേ? ഏതെങ്കിലും എന്താണ് നമ്മൾ നോക്കുക, ചൂസ് ബിറ്റ്വീൻ വിൻഡോസ് സെർവറോ അല്ലെങ്കിൽ ലിനക്സ് സെർവറോ ആണോ വേണ്ടത് നമ്മൾ എന്ത് ചെയ്യാൻ നോക്കുക എന്നുള്ളതാണ്. ഇഫ് വി ആർ യൂസിങ് ഓൺലി HTML കോഡ് വി ക്യാൻ യൂസ് എനി സെർവർ. അതായത് നമുക്ക് നമ്മുടെ പേജിനകത്ത്, നമ്മുടെ വെബ്സൈറ്റിനകത്ത് HTML മാത്രമാണ് ഉള്ളതെങ്കിൽ നമ്മൾ എന്ത് മാത്രം നോക്കിയാൽ മതി, ഏത് സെർവർ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉപയോഗിക്കാം. പക്ഷേ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രോഗ്രാമിംഗ് ടെക്നോളജി ഉണ്ടെങ്കിൽ ആ ഒരു ടെക്നോളജി സപ്പോർട്ട് ചെയ്യുന്ന സെർവർ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ആൾസോ ചെക്ക് ഫോർ ഇമെയിൽ ഫെസിലിറ്റി ആൻഡ് ഡാറ്റാബേസ് സപ്പോർട്ട് പ്രൊവൈഡഡ് ബൈ ദ വെബ് സെർവർ. അതായത് അതുപോലെ തന്നെ ഇമെയിൽ ഫെസിലിറ്റീസോ ഡാറ്റാബേസ് ഫെസിലിറ്റീസോ പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ നമ്മുടെ വെബ്സൈറ്റിൻ്റെ അനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുക, സ്പേസ് വാങ്ങുക. നമ്മുടെ വെബ്സൈറ്റിനകത്ത് ഇത്ര സ്പേസ് വേണം, നമ്മുടെ വെബ്സൈറ്റ് ഇൻസ്റ്റാൾ ചെയ്യാൻ ഇത്ര സ്പേസ് വേണം, അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിന് ഇത്ര ബാൻഡ് വിഡ്ത്ത് വേണം, നമ്മുടെ വെബ്സൈറ്റിന് ഇത്രയും ടെക്നോളജി വേണം, അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഒരു വെബ് സ്പേസ് അല്ലെങ്കിൽ ഹോസ്റ്റ് എന്ത് ചെയ്യുക, അല്ലെങ്കിൽ ഹോസ്റ്റിംഗ് സ്പേസ് എന്ത് ചെയ്യുക, ബൈ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമുക്ക് ഡൊമൈൻ നെയിം രജിസ്ട്രേഷനാണ് പറയാനുള്ളത്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. കുറേ ഇങ്ങനെ പറഞ്ഞു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടാവും എന്നുള്ളത് കൊണ്ടാണ്. കാരണം ഇങ്ങനെ ഈ PPT പ്രസൻറ്റേഷനിലൂടെ ചെയ്യുന്നതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ നോക്കുക. അടുത്ത ക്ലാസ് അടുത്ത ദിവസം തന്നെ എന്ത് ചെയ്യുന്നു, അപ്ലോഡ് ചെയ്യുന്നതാണ്.